നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പോസ്റ്റൽ ബാലറ്റുകളുടെ കൃത്യമായ കണക്ക് ഇനിയും പുറത്തുവിടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്കുകൾ ഇതുവരെയും പുറത്തു വന്നില്ല. പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ടുള്ള ആകെ കണക്ക് മാത്രമാണ് കമ്മീഷൻ പുറത്തുവിട്ടത്. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, ഈ കമ്മീഷൻ ഇത്തരം കണക്കുകൾ പുറത്തുവിടുന്നതിൽ ആദ്യം തന്നെ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ചില വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ആദ്യം പോളിംഗ് കണക്കുകളായിരുന്നു വൈകിയത്. അതിൽ വലിയ പരാതികളൊക്കെ ഉയർന്നിരുന്നു. നിലവിൽ ഈ പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ട് തന്നെ വിവാദങ്ങൾ നിലനിൽക്കുന്ന സമയവും കൂടിയാണിത്. കാരണം പോളിംഗ് സേവനത്തിൽ അനുഷ്ഠിച്ച ഉദ്യോഗസ്ഥർക്ക് 20,000-ഓളം ഉദ്യോഗസ്ഥർക്ക് നിലവിൽ വോട്ട് ചെയ്യാനായിട്ടില്ല, പോസ്റ്റൽ വോട്ട് ചെയ്യാനായിട്ടില്ല എന്നുള്ള വിവാദവും അത് ഹൈക്കോടതിയിലൊക്കെ ഇരിക്കുകയാണ്. അതിനിടയിലാണ് നിലവിൽ ഇതും കൂടെ പുറത്തു വരുന്നത്. അപ്പോൾ കൃത്യമായ ഒരു കണക്ക് ഇനിയും പുറത്തുവിടാതിരിക്കുന്നതിലുള്ള ഒരു വിശദീകരണം എന്താണ്, അതിൻ്റെ കാരണമെന്നോ മറ്റോ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? ശ്യാമിലി ഈ പറഞ്ഞതുപോലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യമാണ് ഈ സമയത്ത് ഉയരുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പോളിംഗ് ശതമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരുന്നില്ല. പക്ഷെ അത് പിന്നീട് വിവാദമായതിനു ശേഷം 4 ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം, അതിനോടൊപ്പം തന്നെ എത്ര വോട്ടർമാർ വോട്ട് ചെയ്തു എന്നടക്കമുള്ള കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. സമാനമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ പോസ്റ്റൽ ബാലറ്റുകളുടെ കണക്കുമായി ബന്ധപ്പെട്ട് ഉള്ളത്. കാരണം മണ്ഡലാടിസ്ഥാനത്തിൽ എത്ര പോസ്റ്റൽ വോട്ടുകൾ ചെയ്തു എന്നുള്ള കാര്യത്തിലെ കണക്ക് ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല. ആകെ 3,68,000-ലധികം പോസ്റ്റൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നുള്ള ഒരു കണക്ക് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി 4 ദിവസം മാത്രം ബാക്കിയാണുള്ളത്. ഈ മെയ് 4-ന് വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ളത്, അല്ലെങ്കിൽ ആദ്യം തന്നെ എന്നുള്ളത് ഈ പോസ്റ്റൽ വോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മണ്ഡലത്തിലും എത്ര പോസ്റ്റൽ വോട്ടുകൾ ചെയ്തു എന്നുള്ള കണക്ക് അനിവാര്യമാണ്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികൾക്ക് ചെറിയ രീതിയിലെങ്കിലും ലീഡ് നൽകുന്നത് പോസ്റ്റൽ ബാലറ്റുകളിലൂടെയാണ്. അത് ജനങ്ങൾക്ക് അറിയണമെങ്കിൽ എത്ര പോസ്റ്റൽ ബാലറ്റുകൾ വോട്ട് ചെയ്തു, അല്ലെങ്കിൽ എത്ര പോസ്റ്റൽ വോട്ടുകൾ എല്ലാ മണ്ഡലത്തിലും വോട്ട് ചെയ്തു എന്നുള്ള കണക്ക് വേണം. പക്ഷെ ആ കണക്ക് ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റൽ ബാലറ്റുകളുടെ മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്ക് ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇൻഡെക്സ് കാർഡ് വരുമ്പോൾ അതിൽ ഈ കണക്കുകൾ ഉണ്ടാകും എന്നുള്ള മറുപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നത്. പക്ഷേ ഈ ഇൻഡെക്സ് കാർഡ് മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷം മാത്രമായിരിക്കും ഇൻഡെക്സ് കാർഡ് പുറത്തു വരിക. അതേസമയം എന്തുകൊണ്ടാണ് ഇതുവരെ പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണം പുറത്തുവിടാത്തത്, അല്ലെങ്കിൽ ഇൻഡെക്സ് കാർഡ് വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കൂ എന്നുള്ള മറുപടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായോ എന്നുള്ള കാര്യത്തിലും ഇതുവരെയും വ്യക്തതയില്ല. കമ്മീഷൻ ഭാഗത്തുനിന്ന് മറുപടി ഇതാണ്. എന്തായാലും കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത വരും മണിക്കൂറിൽ ഉണ്ടാക്കും. അത് അല്ലെങ്കിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്യാമിലി. ശരി.